ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസപ്ഷൻ, ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എനിക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് ഞാൻ ജോയിൻ ചെയ്ത് ഒരു കുഞ്ഞു വീഡിയോ ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അമ്പാടിയും ശ്രീമോളും ഇത് അവിടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നവരൊക്കെ ആയിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന്. ശരിക്കും പറഞ്ഞാൽ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 3 മണിക്ക് ശേഷം റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ശ്രീമോളെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും തിരക്കും പിന്നെ അവളെ ഒരുക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഫുള്ള് ബിസിയായിരുന്നു. പിന്നെ ഞാൻ റെഡിയായി, ഞാൻ ഏതാണ്ട് സന്ധ്യയായിട്ടോ ഞാൻ റെഡി ആകുന്നപ്പോഴത്തേക്കും അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ച ആൾക്കാരും ഒക്കെ വരുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതിലാണെങ്കിൽ പിന്നെ എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഫോൺ ചാർജ് രാവിലെ മുതലേ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, ഫോൺ ചാർജ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഏട്ടൻ്റെ ഫോണിൽ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെച്ച് ഞാൻ ജോയിൻ ചെയ്തൊരു കുഞ്ഞു വീഡിയോ ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഏട്ടനും അച്ഛനും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ നെയ്ബേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്, വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കല്യാണത്തിനാണ് ഇവരൊക്കെ കാണുന്നത്. അങ്ങനെ ഓരോയിട്ട് കുറേ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ കല്യാണത്തിന് ക്ഷണിച്ച ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരൊന്നും ഈ വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഭയങ്കര വിഷമമായി തോന്നുന്നു. കാരണം ഫോൺ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല, ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞ് രാത്രി കണ്ടാണ് ഞാൻ എന്താ പറയുക ചാർജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഫോണിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്താണ്. പിന്നെ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ റിസപ്ഷൻ. പിന്നെ എന്താ പറയുക, റിസപ്ഷൻ്റെ ഒരുങ്ങുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അത് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്കത്, ഞാൻ പ്ലാൻ ചെയ്താണ് പക്ഷേ നടന്നില്ല, അതാണ് സത്യം കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞു രാത്രിയിൽ ഇങ്ങനെ ആളുകളൊക്കെ വരുമല്ലോ. അപ്പോൾ ഒരു 8 മണിക്ക് ശേഷമാണ് കേട്ടോ ശരിക്കും തിരക്ക് വന്നത്. ഒരു 9-9:30 വരെ നല്ല തിരക്കായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ അറബി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. രാത്രിയിലാണ് പോയത്. നമ്മൾ കല്യാണം കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നപ്പോഴൊക്കെ അറബി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സംസാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. Salary is good and take visa 10 years, not 1 year, 10 years direct. 12 visa. This one. ഓനെ കൂട്ടി പോകണം, നോനും ശമ്പളം കൊടുക്കണം. लेकिन हुआ फिर हिसाब नहीं, आएगा तबिया में लेकिन सब लास्ट में हिसाब No, हिसाब exam. This one. मैं हुआ मैं नहीं निकल में हुआ. ലൈക്ക് ചെയ്യണ്ടാ എല്ലാം. പിന്നെയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആതിരയും അവളെ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഫാമിലി ആയിട്ട് ഇവരൊക്കെ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് മോളെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഗാനമേളയുടെ ഒരുക്കപ്പാടും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞ് പിന്നെ ഞാനും ശ്രീമോളും ഒക്കെ തന്നെ എന്താ പറയുക ചേഞ്ച് ചെയ്യേണ്ട തിരക്കൊക്കെ ആയിരുന്നു. കാരണം റിസപ്ഷൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഗാനമേളയും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മുകളിലൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ തിരിച്ച് വരാനുള്ള പ്ലാനും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അവിടുന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും കേട്ടോ, മ്യൂസിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ മ്യൂട്ട് ചെയ്ത് വിടുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആവേശത്തിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാനൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട തിരക്കും എന്തൊക്കെയോ ആയിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അറബിയാവുന്ന വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ അടിപൊളിയായിട്ട് ഗാനമേളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ശ്രീമോളും ഏട്ടനും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തായാലും രണ്ടുപേർക്കും ആശംസ നേരുന്നുള്ള പാട്ടാണ്. ചെക്കൻ എങ്ങനെ നോക്കി നിൽക്കവേ. എന്തായാലും ചെക്കനും പെണ്ണും കൂടെ 2 സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾ ഇടിക്കൂലേ? കമ്പനിക്കാർ ഇടിക്കൂലേ? കൊടുക്കണ്ടേ? ഒരു പണി കൊടുക്കണോ? ഇനി പഴയ ഡാൻസ് അല്ല, മറ്റേതാ മുദ്ര ശ്രദ്ധിക്കണോ? എന്നാൽ രണ്ടുപേരും 2 സ്റ്റെപ്പ് ഇടൂലേ? ഒരു സ്റ്റാർ. ഓക്കെ,
ഒരു മധുര കട്ടിംഗ് ആണ്. അപ്പൊ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അതിൽ തന്നെ ഒരു ആശംസ അറിയിച്ചുകൊണ്ടുള്ള ഒരു വലിയ, അപ്പൊ എല്ലാവരും ഒന്ന് ചിരിച്ച് നല്ല മധുവിതുരാവുകളെ